എരുമേലിയിലെ വ്യാജ ലബോറട്ടറി രേഖകളോടെ രാസകുങ്കുമ വിൽപ്പനയിൽ നടപടിയെടുത്ത് ഹൈക്കോടതി. കോതമംഗലത്തെ ഐഡിയൽ എന്റർപ്രൈസസിനോട് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. കോതമംഗലത്തെ ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ കമ്പനി ഗോഡൌണിലെ സ്റ്റോക്ക് ഉൾപ്പെടെ നേരിട്ട് പരിശോധിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അഹമ്മദ് മുസ്തഫയുടെ വിവരങ്ങൾ നൽകാൻ. മുസ്തഫ, മറ്റ് നിർദ്ദേശങ്ങൾ എന്തായിരുന്നു? രാസകുങ്കുമം വിൽക്കുന്നത് ശരീരത്തിനുൾപ്പെടെ വലിയ ദോഷം ഉണ്ടാക്കുമെന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് ഇത്തരത്തിൽ വ്യാപകമായ രാസകുങ്കുമ വിൽപ്പന ശബരിമലയിലും പരിസരത്തും ഉണ്ട് എന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അത് വിലക്കിയിരുന്നു. കർശനമായ നടപടികൾ എടുക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. ആ വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഇത്തരത്തിൽ കച്ചവടം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കടുത്ത നടപടിയുമായി ഹൈക്കോടതി പോകുന്നത്. കോതമംഗലത്തെ ഒരു സ്വകാര്യ സ്ഥാപനം അവരോട് രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു. ഐഡിയൽ എന്റർപ്രൈസ് എന്ന സ്ഥാപനത്തിന്റെ BIS സാക്ഷ്യപത്രം, സ്റ്റോക്ക് രജിസ്റ്റർ, GST ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും ഹാജരാക്കണം. ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ ഈ കമ്പനിയുടെ ഗോഡൌണിൽ നേരിട്ട് പരിശോധന നടത്തി അവിടുത്തെ സ്റ്റോക്കുകൾ ഉൾപ്പെടെ പരിശോധിച്ചൊരു വിശദമായ റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോടതിയുടെ നിരോധനം ലംഘിച്ച് വിൽപ്പന തുടർന്നത് ഈ ഏതെങ്കിലും തരത്തിൽ നിയമപരമായ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന സ്ഥാപനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണോ എന്നതുൾപ്പെടെ പരിശോധിക്കാൻ നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ശബരിമലയിലും പരിസരത്തുമുള്ള പാരിസ്ഥിതിക സ്ഥിതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി പാരിസ്ഥിതിക എഞ്ചിനീയർ പമ്പ നദിയുള്ള വലിയ തോടിലുള്ള മണിമലയിലുള്ള വെള്ളങ്ങളുടെ സാമ്പിൾ ശേഖരിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വർഷ